സന്ദീപ് വാര്യർ, ഇപ്പോൾ താങ്കൾ നേരത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന നിലയിൽ താങ്കൾ പറഞ്ഞു ഫോൺ ചോർത്തൽ പോലെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മാധ്യമങ്ങളോ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളോ ആ വിഷയത്തെ അർഹിക്കുന്ന ഗൗരവത്തിൽ പരിഗണിക്കാത്തതെന്ന് താങ്കൾ ചോദിച്ചു. താങ്കളുടെ വിമർശനം നിലനിൽക്കുന്നതാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഫോക്കസ് കിടക്കുന്നത്? ഫോക്കസ് കിടക്കുന്നത് ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച എന്തിന് എന്നുള്ളതാണ്. ആ പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിനൊരു ഉത്തരം കിട്ടിയാൽ ഫോക്കസ് മാറാകുന്നതേ ഉള്ളൂ. അതിന് ഉത്തരം വളരെ വേഗം കണ്ടെത്താൻ കഴിയും BJP വിചാരിച്ചാൽ. കാരണം BJPയുടെ മുൻ കേന്ദ്രമന്ത്രി, ദേശീയ നിർവാഹക സമിതി അംഗം V. മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 3 പേർക്കാണ് ഈ പ്രശ്നത്തിൽ ക്ലാരിറ്റി വരുത്താൻ കഴിയുക. ഒന്ന്, മുഖ്യമന്ത്രി വിചാരിച്ചാൽ അദ്ദേഹം പറയണം എന്തിനാണ് ADGP പോയി RSS നേതാക്കളെ കണ്ടത്, അല്ലെങ്കിൽ ADGP ആയ MR അജിത് കുമാർ വിശദീകരിക്കണം എന്ത് കാര്യമാണ് സംസാരിച്ചതെന്ന്. പിന്നെ മൂന്നാമത്തെ സാധ്യത RSS ഈ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നതാണ്. അവിടെ V. മുരളീധരൻ പറയുന്നു ഉചിതമായ സമയത്ത് RSS നേതാക്കൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ ഒരു ആവശ്യം പോലും RSS നേതാക്കൾ ഈ കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തണം എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്, ഉചിതമായ സമയമായില്ലേ? അങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞാൽ അവസാനിക്കാവുന്നതല്ലേ ഉള്ളൂ ഈ വിവാദം? ഗോപീഷൻ, നിങ്ങളൊക്കെ ദീർഘകാലമായിട്ട് മാധ്യമപ്രവർത്തന രംഗത്തുള്ള ആളാണല്ലോ. RSS എന്ന് പറയുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ, അത് കേവലമായിട്ടുള്ളൊരു സംഘടനയല്ല, രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആ സംഘടനയുടെ പ്രത്യയശാസ്ത്രത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന അതിന് കീഴിലാണുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന, എന്തിനേറെ ദൃഷ്ടിഹീൻ കല്യാൺ സംഘ് എന്ന് പറയുന്ന നമ്മുടെ കാഴ്ചശക്തി ഇല്ലാത്തവരുടെ സംഘടനയടക്കം സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകൾ ഏകോപിപ്പിക്കുന്ന ഒരു വലിയ അംബ്രല്ല ഓർഗനൈസേഷനാണ്. രാജ്യത്ത് നിർണായകമായിട്ടുള്ള ഒട്ടേറെ സംഭവ വികാസങ്ങളിൽ ചരിത്രത്തിൻ്റെ നിരവധി ഇടവേളകളിൽ നിരവധി സമയങ്ങളിലൊക്കെ അതാത് സർക്കാരുകൾ, BJP സർക്കാരുകളല്ല, അന്നത്തെ സർക്കാരുകളൊക്കെ RSSന്റെ സഹായം തേടിയിട്ടുണ്ട്. 47-ൽ കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കാൻ വേണ്ടി മഹാരാജ രഞ്ജിത് സിംഗിനോട് ചർച്ച ചെയ്യാൻ വേണ്ടി അന്നത്തെ ഗവൺമെൻറ്, അന്നത്തെ സർസംഘചാലകനായിരുന്ന പൂജനീയ ഗുരുജി ഗോൾവൽക്കറോടാണ് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അദ്ദേഹമാണ് മീഡിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. RSSുമായി ഗവൺമെൻറ് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. RSS അക്കാലത്തൊക്കെ ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന സഹായങ്ങൾ സർക്കാരുകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. തികച്ചും രാജ്യസ്നേഹപരമായിട്ടുള്ള നിലപാടുകൾ കൊണ്ടാണ് അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. RSSന്റെ നേതൃത്വവുമായി കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണ് ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുൻ പ്രസിഡന്റായിരുന്ന പ്രണബ് മുഖർജി വരെ RSSന്റെ ആസ്ഥാനത്ത് പോയിട്ടില്ലേ? എത്രയോ ആളുകൾ പോയിട്ടുണ്ട്, മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ പോയി. ഇതുപോലെ രഹസ്യമായി ഒരു വണ്ടി കൊണ്ട് എവിടോ ഇട്ട് വേറൊരു വണ്ടിയിൽ കയറി തലയിൽ മുണ്ടിട്ട് പോയി കണ്ടവരല്ല ഇവരൊന്നും. ഇവരൊക്കെ പരസ്യമായി ഞാൻ പറഞ്ഞത് ഇപ്പൊ ADGP MR അജിത് കുമാർ അദ്ദേഹത്തിന് സ്വകാര്യ ആവശ്യമോ പ്രൊഫഷണൽ ആവശ്യമോ എന്താവശ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ വണ്ടിയിൽ പോട്ടെന്നേ. ഇതെന്തിനാണ് രഹസ്യമായി പോകുന്നത്? എന്തിനാണ് ഉത്തരമേഖല ഇവിടെ എന്താണ് ഇപ്പോൾ ഉത്തരമേഖല പ്രാന്തപ്രചാരക ആയിട്ടുള്ള PNS ഇല്ലാന്ന് നിഷേധിക്കുന്നത് എന്തിനാണ് കെ സുരേന്ദ്രൻ ഇല്ലാന്ന് നിഷേധിക്കുന്നത്? നിങ്ങൾ ഒളിപ്പിച്ചൊക്കെ നോക്കുന്നത് എന്തിനാണ് ഈ കാര്യങ്ങൾ? അങ്ങനെയല്ല അഷ്മി. അതായത് RSSന്റെ ഒരു ശൈലി നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടോ നിങ്ങളത് പഠിക്കാത്തതുകൊണ്ടാണ്. ഒന്ന്, RSSന്റെ ഒരു കാര്യാലയത്തിലേക്കോ അതല്ലെങ്കിൽ അതിൻ്റെ ക്യാമ്പ് നടക്കുന്ന ഒരു പരിസരത്തേക്കോ ആർക്കും കടന്നു വരാം. അവിടെ വരുന്ന ആളുകളെ RSS കൈനീട്ടി സ്വീകരിക്കും. അവർ ഏത് മാർഗത്തിലാണ് വന്നത്, അവർ തീവണ്ടിയിലാണോ വന്നത്, അവർ എയർക്രാഫ്റ്റിലാണോ വന്നത്, അതോ അവർ നടന്നിട്ടാണോ സൈക്കിളിലാണോ എന്നുള്ളതൊന്നും ഞങ്ങൾ പരിശോധിക്കാറില്ല, RSS പരിശോധിക്കാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇപ്പം പ്രണബ് മുഖർജി അദ്ദേഹം വരുന്ന സമയത്ത് വലിയ മീഡിയ അറ്റൻഷൻ കിട്ടുന്നു. അദ്ദേഹം സ്വാഭാവികമായിട്ടും അത് നിങ്ങളൊക്കെ വാർത്തയാക്കുന്നു. നിരവധി ആളുകൾ വന്നിട്ടുണ്ടോ? സന്ദീപ് വാര്യർ, ഞാനൊന്ന് ഇടപെട്ട് നമ്മൾ ഈ വിഷയത്തിലേക്ക് തന്നെ തിരികെ വന്നപ്പോൾ RSSന്റെ ക്യാമ്പിലോ RSSന്റെ കാര്യാലയത്തിലോ ആരെങ്കിലും വരുന്നു എന്നതല്ല പ്രശ്നം. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് ഇപ്പോഴത്തെ വിവാദത്തിന് ആധാരം? തൃശ്ശൂരിൽ ഈ കൂടിക്കാഴ്ച അല്ലെങ്കിൽ നടക്കുന്ന ഘട്ടം, അത് കഴിഞ്ഞ് പൂരം കലക്കുന്നതിൻ്റെ ഗൂഢാലോചന നടന്ന കേന്ദ്രം കൂടിക്കാഴ്ച എന്നതാണ് വലിയ വിമർശനം. ഇപ്പോൾ LDF അല്ലെങ്കിൽ ഇപ്പോൾ PV അൻവർ ആരോപണം ഉന്നയിക്കുന്നു, സുനിൽകുമാർ അത് ഏറ്റുപിടിക്കുന്നു, പ്രതിപക്ഷ നേതാവ് അത് ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ വളരെ ഗുരുതരമാണ്. ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതിൽ RSSന്റെ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന ആരോപണം ഉയരുമ്പോഴെങ്കിലും അതിലൊരു വ്യക്തത വരുത്താൻ ആ സംഘടനയ്ക്ക് ബാധ്യതയില്ല. ഇപ്പോൾ V. മുരളീധരൻ അത് വേറൊരു തരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിലൊരു വ്യക്തത വരുത്തണമെന്ന് നിങ്ങൾ ഈ സംഘടനയോട് ആവശ്യപ്പെടാത്ത? അങ്ങനെ ആവശ്യപ്പെടുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് നിങ്ങൾ RSSനെ പഠിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. RSS ഒരു വലിയ സംഘടന, ഞാൻ നേരത്തെ അതുകൊണ്ടാണ് അതിൻ്റെ വലിപ്പം സൂചിപ്പിച്ചത്. അത്തരമൊരു സംഘടനയുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി
ആ ഭാരവാഹി ഉൾപ്പെട്ട ഒരു കാര്യത്തിൽ ഇവിടെ ഏതെങ്കിലും ഒരു അൻവർ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു MLA ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ആക്ഷേപം ഉന്നയിച്ചാൽ അതിനൊക്കെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന പരിപാടി RSS ഏതെങ്കിലും കാലത്ത് clarification കൊടുത്തു. പറഞ്ഞു ഇത് അടിസ്ഥാനരഹിതമാണ്, ഈ വിവരം അടിസ്ഥാനരഹിതമാണെന്ന് പ്രതികരിച്ചു. കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്തിനാണ് നുണ പറഞ്ഞത്? 2 പ്രാന്തങ്ങളിൽ ഒരു പ്രാന്തത്തിന്റെ തലവൻ പറഞ്ഞു അങ്ങനെ ഒരു കൂടിക്കാഴ്ചയെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ കള്ളം പറയുന്നത്? അല്ല, RSSന്റെ നിലപാട് RSSന്റെ പ്രാന്തീയ അധികാരികൾ പറഞ്ഞിട്ടുണ്ടാകും. ഞാനത് പറയേണ്ട ആളല്ല, ഞാൻ BJPയുടെ വക്താവായിട്ട് വരുന്നയാളാണ്. അല്ല, ഞാൻ പറഞ്ഞ താങ്കൾ RSS സംസാരിക്കില്ല, അതൊരു വലിയ സംഘടനയാണ്. ഏതോ MLA പറഞ്ഞാൽ പ്രതികരിക്കേണ്ടവരല്ല RSS എന്നൊക്കെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞത് കേരളത്തിലെ RSSന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് PN ഈശ്വരൻ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഈ വിഷയത്തിൽ ആഷ്മി ഒരു സെക്കൻഡ് കേൾക്കണം. ഇപ്പോൾ ഇതുപോലെ ഒരാൾ വരുന്നു, ഈ വിഷയത്തിൽ നിങ്ങൾ പറയുന്നതിനപ്പുറം അത്തരമൊരു ചർച്ച നടന്നുവെന്ന് ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയോ അതല്ലെങ്കിൽ അതുപോലെ അതിൽ മറ്റൊരു ഭാഗത്തുള്ള RSSന്റെ ആളുകളോ സ്ഥിരീകരിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നതിനപ്പുറം ഒരു സ്ഥിരീകരണം നമുക്കുമില്ല. അല്ല, സർക്കാരിലേക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ട്. ADGP മുഖ്യമന്ത്രി ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്, ഇത്തരം ഒരു ചർച്ച നടന്നു, കൂടിക്കാഴ്ച നടന്നു. ADGP അറിയിച്ചു, അദ്ദേഹത്തെ കൊണ്ടുപോയ ആൾ പറഞ്ഞു എന്റെ സഹപാഠിയാണ് എന്ന് പറഞ്ഞു. അതിൽ സ്ഥിരീകരണമൊക്കെ വന്ന കാര്യം ഇത് മുഖ്യമന്ത്രി ഓഫീസിനെ അറിയിച്ചത് അല്ല, അദ്ദേഹത്തിന്റെ സഹപാഠി പറഞ്ഞു എന്റെ കൂടെ പഠിച്ച ആളാണ് എന്ന് പറഞ്ഞില്ല. അതൊക്കെ നമ്മൾ പറയുന്ന ഇതാണോ? അല്ല, ഒന്നും അല്ല, ഔദ്യോഗികമായ വിവരമാണ്. അല്ല അഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ഇത്തരം കാര്യാലയങ്ങളിലും ക്യാമ്പുകളിലും ഒക്കെ വന്നു പോകുന്നവരുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ADGPയുടെക്കാളൊക്കെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകൾ വരാറുണ്ടെന്നേ. ഇതിപ്പോ വിവാദമായെന്നല്ലേ ഉള്ളൂ. RSSന്റെ രാജ്യത്തെ എമ്പാടുമുള്ള കാര്യാലയങ്ങളിൽ ഇതിലൊക്കെ ഉയർന്ന പദവിയിലിരിക്കുന്ന എത്രയോ ആളുകൾ വരുന്നതാണ്. ഇതൊക്കെ വലിയ വിവാദമാക്കേണ്ട ഏതെങ്കിലും വിഷയം അതിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. തൃശ്ശൂർ പൂരം കലക്കാനാണ് അവർ വന്നത്, കൂടിക്കാഴ്ച നടത്തിയത്, ചർച്ച നടത്തിയെന്നൊരു ആരോപണം RSSന് മേൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ RSSന് മേലും അങ്ങനെ ഒരു ആരോപണം വരികയാണ്. ഇത് തൃശ്ശൂരിൽ പൂരം കലക്കുക, BJPക്ക് ജയിക്കാൻ അവസരം ഒരുക്കുക, അതിന്റെ ഗൂഢാലോചന എന്നൊരു ആരോപണം RSSന് മേലെയുണ്ട്. അല്ല, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരും. അല്ലെങ്കിൽ ഈ ദാവൂദ് ഇബ്രാഹിം ഫോർമാറ്റിൽ അധോലോക പ്രവർത്തനം നടത്തുന്ന അധികാരപക്ഷ MLA ആരോപിക്കുന്ന ഒരാൾ RSSന്റെ ഈ ദത്താത്രേയ ഗോശാമലയിൽ പോയി കണ്ട് 1 മണിക്കൂർ സംസാരിക്കേണ്ടത് എന്താണ്? അല്ല ആഷ്മി, ഞാനൊന്ന് പറയട്ടെ. ഇവിടെ നേരത്തെ നിങ്ങളുടെ വിജയകുമാർ ചോദിച്ച കാര്യം തൃശ്ശൂർ പൂരം കലക്കുന്നു എന്ന ആക്ഷേപമാണല്ലോ. ഈ തൃശ്ശൂർ പൂരം ഈ പറയുന്ന കൂടിക്കാഴ്ച നടന്ന് എനിക്ക് തോന്നുന്നു 2023 മറ്റു നടന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. എനിക്കറിയില്ല, ഡേറ്റ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ പൂരത്തിന്റെ വിഷയം 2024 ഈ പൂരം മാത്രമാണോ കലക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? കഴിഞ്ഞ 5, 6, 7 വർഷമല്ല, അതിൽ അധികമായിട്ട് തൃശ്ശൂർ പൂരം കലക്കാൻ ഏത് വർഷമാണ് സർക്കാരോ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചുള്ള ചില ചിത്രശക്തികളോ ശ്രമിക്കാതിരുന്നിട്ടുള്ളത്? എല്ലാ വർഷങ്ങളിലും തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ശ്രമം നടന്നിട്ടില്ലേ? കോവിഡ് കാലത്ത് പൂരം നടക്കാത്ത സാഹചര്യത്തിൽ ആ സമയത്ത് പോലും തൃശ്ശൂരിൽ ആചാരപരമായിട്ട് പോലും കാര്യം നടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലേ? ഇനി ഈ പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളെ തലയിലേക്ക് ഇടുന്നത് മുഴുവൻ ജനങ്ങളും ഹാഷ്മി അടക്കം ദൃക്സാക്ഷിയല്ലേ അവിടെ ഉണ്ടായ സംഭവങ്ങൾക്ക്. അവിടെ ഈ പൂരം കലക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് സല്ലപിച്ച് നിന്നിരുന്നവരാരാണ്? ഇപ്പോൾ ആശയം ഉന്നയിക്കുന്ന ആളുകളല്ലേ? സുനിൽകുമാർ അടക്കമുള്ളവരല്ലേ? അവിടെ തൃശ്ശൂരിന്റെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രി ആരാണ്? ഒല്ലൂരിലെ രാജനല്ലേ? രാജൻ മിനിസ്റ്റർ ഇതേ പറയുന്ന SP-യുമായിട്ടും ഇതേ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടും അവിടെ സല്ലപിച്ച് സന്തോഷിച്ച് നിൽക്കുകയായിരുന്നില്ലേ? എന്തേ ഇടപെടാതിരുന്നത്? അപ്പൊ അവർക്ക് ഇടപെടാൻ സാധിക്കാതെ വരികയും അവർക്കത് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും അവർ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നിൽക്കുകയും ചെയ്ത് അവിടുത്തെ പൂരപ്രേമികളെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവർ കൂട്ടുനിന്നു. ഇനി ആരെങ്കിലും സുനിൽകുമാർ ഉപദ്രവിക്കാൻ വേണ്ടി ഇക്കാര്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജനായിരിക്കും. കാരണം രാജനായിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്, തൃശ്ശൂരിലെ ചാർജ് ഉണ്ടായിരുന്നത്. അവിടെ പോലീസിനെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് രാജൻ മിനിസ്റ്റർ അവിടെ ഉണ്ടെന്നേ. പോലീസ് ഉദ്യോഗസ്ഥർ പോട്ടെ, അവിടെ മിനിസ്റ്റർ ഉണ്ടല്ലോ, എന്റെ ഉത്തരവ് കൊടുക്കായിരുന്നത്. ശരി, ഒരു കാര്യം ചോദിച്ചോട്ടെ. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടത് എങ്ങനെയാണ് വാർത്തയിലാകുന്നത്? അതൊരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നടന്ന സംഭവം എന്ന നിലയിലാണ്. ഇനി എന്താണ് ആക്ഷേപം എന്നല്ല, ഒരൊറ്റ നിമിഷം താങ്കൾ പറഞ്ഞോളൂ, ഞാൻ സമയം തരാം. എന്താണ് ആക്ഷേപം എന്ന് കൂടി പറയാം. താങ്കൾ പറഞ്ഞു കഴിഞ്ഞ വർഷമാണല്ലോ കൂടിക്കാഴ്ച, ഈ വർഷത്തെ പൂരം കലക്കലുമായി എന്താണ് ബന്ധമെന്ന്. എന്തായിരുന്നു ADGPയുടെ RSS നേതാക്കളുമായുള്ള 10 ദിവസത്തെ ഇടവേളയിൽ 2 RSS നേതാക്കളെ കണ്ടതിൽ അദ്ദേഹത്തിന്റെ ദൗത്യം എന്തായിരുന്നു? ആ സന്ദർശനത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? ആർക്ക് വേണ്ടിയാണ് ADGP കണ്ടത്? അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിനാണോ, അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കാണോ, അതോ അദ്ദേഹം ഒരു രാഷ്ട്രീയ ദൂതനായിട്ടാണോ അവിടെ എത്തിയതെന്ന് കേരളം ചർച്ച ചെയ്യുമ്പോൾ കളങ്കപ്പെട്ട് നിൽക്കുന്ന, ആരോപണം കൊണ്ട് കളങ്കപ്പെട്ട് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ BJPയും ഉണ്ട്.
കാരണം ആ കൂടിക്കാഴ്ചയിൽ ഒരു ഒത്തുതീർപ്പുണ്ടായെന്നും ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ടെന്നും ആ ഡീൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കേസുകൾ ഒതുക്കി തീർക്കാനുള്ള ഒരു ധാരണയും പകരം സീറ്റ് നൽകാമെന്ന ഒരു ഉപകാരം ചെയ്തു തരാമെന്ന ഒരു മറുധാരണയും ഉണ്ടായെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂരം കലക്കാനുള്ള ഇടപെടൽ ഉണ്ടായതെന്നും അങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു എന്നുമുള്ള ആരോപണത്തിൽ കളങ്കപ്പെട്ട് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ BJP-യും ഉണ്ട്. അപ്പോൾ RSS നേതാക്കൾക്ക് ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുമെങ്കിൽ അതായിക്കോട്ടെ എന്നല്ലേ വി മുരളീധരന്റെ പ്രസ്താവനയുടെ പൊരുൾ. അതുകൊണ്ടല്ലേ അദ്ദേഹം പറഞ്ഞത് RSS ഉചിതമായ സമയത്ത് അത് വിശദീകരിക്കുമെന്ന്. ഇനി EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട സമയത്തും EP പറഞ്ഞു ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണെന്ന്. മറുഭാഗത്ത് വിശദീകരണം ഉണ്ടായില്ല. അപ്പോൾ എല്ലാ സമയവും വെട്ടിലാകുന്നത് ഒരു ഭാഗം, മറുഭാഗത്തുനിന്ന് വ്യക്തതയില്ല. ആ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിലില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അവിടെ പൂരത്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന പോലീസിന്റെ മുകളിൽ ഒരാളുണ്ടായിരുന്നു. അത് രാജമന്ത്രിയായിരുന്നു, CPIയുടെ മന്ത്രി. ആ രാജമന്ത്രിക്ക് സുനിൽകുമാറിനോട് വൈരാഗ്യം ഉണ്ടായിരിക്കാം, സുനിൽകുമാറിനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം. അത് CPIക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ്. മറ്റൊന്ന്, അവിടെ ആരാ ഉണ്ടായിരുന്നത്? അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ മുകളിൽ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. അവരെ ഒന്നും നിങ്ങൾ സംശയത്തിന്, ഇവിടെ തൃശ്ശൂരിലെ MLA ഈ പൂരത്തിന്റെ സമയത്ത് ചെയ്ത പരിപാടി എന്താ? ശ്രീരാമനെ അവഹേളിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. CPIയുടെ MLA അല്ലേ? എന്താ ഉണ്ടായത്? അപ്പൊ എങ്ങനെയാ തൃശ്ശൂരിൽ വോട്ട് കുറഞ്ഞത്? CPI അതൊക്കെ അല്ലേ പരിശോധിക്കേണ്ടത്, അല്ലാതെ തോറ്റു കഴിഞ്ഞ് അതിന്റെ ജാഗ്രത മറയ്ക്കാൻ വേണ്ടി BJPക്ക് വേണ്ടിയാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നത്. ശരി. പക്ഷെ അതിൽ ചോദ്യങ്ങൾ ബാക്കിയാണ് സന്ദീപ്. അതിലെ ചോദ്യങ്ങൾ ബാക്കിയാണ്. എങ്ങനെയാണ് 2-3 നിര ബാരിക്കേഡ് വെച്ച് കെട്ടി തിരിച്ചെടുത്ത് സംഘാടകർക്ക് പോലും കടക്കാൻ അനുമതി ഇല്ലാതിരുന്ന ഈ റോഡുകൾ, ഷൊർണൂർ റോഡടക്കം MG റോഡടക്കം ഒരൊറ്റ കുഞ്ഞിനെ പോലും കയറ്റിവിടാതിരുന്ന സ്ഥലത്ത് B ഗോപാലകൃഷ്ണൻ, വത്സൻ തില്ലങ്കേരിയും ഈ പറയുന്ന ബാരിക്കേഡ് വകഞ്ഞു മാറ്റി വന്നത് എങ്ങനെയാണ്? അതിൽ കൂടി സേവാഭാരത് ആംബുലൻസിൽ BJP സ്ഥാനാർത്ഥി വന്നത് എങ്ങനെയാണ്? അങ്കിത് അശോകനെ മാറ്റാത്തതിൽ നിങ്ങൾക്ക് പരാതിയില്ലാത്ത എന്തുകൊണ്ടാണ്? അങ്കിത് അശോകൻ അപ്പോൾ തന്നെ പുതിയ നിയമനം കൊടുത്തതിൽ നിങ്ങൾക്ക് പരാതിയില്ലാത്ത എന്തുകൊണ്ടാണ്? എവിടെയാണ് അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? തുടങ്ങി ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം അതൊന്ന് വിടാം. ഞാൻ എത്താം സന്ദീപ്.